കൊറോണ വന്നു പോയതിന് ശേഷം ആളുകൾ കൂടുതലായിട്ട് അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിലും ഒരുപാട് വർധനവും ഉണ്ടായിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യാത്ത ആളുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുടെ പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ച് കൂടുതലായിരിക്കണം. പക്ഷേ മിക്ക ആളുകൾക്കും പ്രോട്ടീൻ സോഴ്സുകൾ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എഗ്ഗ് ഹൈ ക്വാളിറ്റി പ്രോട്ടീനും അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റും ഉള്ളതിനോടൊപ്പം തന്നെ നമ്മുടെ മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പനീർ വെജിറ്റേറിയൻ കഴിക്കുന്നവരുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഐറ്റം. അതുപോലെ തന്നെ ഒരു സ്ലോ ഡൈജസ്റ്റിംഗ് പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ മസിൽ റിപ്പയറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലെൻറ്റിൽസ് മസിൽ ഗ്രോത്തിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. ചിക്കൻ ബ്രസ്റ്റ് ലോ ഫാറ്റ് പ്രോട്ടീൻ സോഴ്സ്. അതിനു പുറമെ കൂടുതൽ കലോറി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഡെയിലി പ്രോട്ടീൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഗ്രീക്ക് യോഗേർട്ട് വേ ആൻഡ് കേസിൻ പ്രോട്ടീനാൽ സമ്പുഷ്ടം. കൂടാതെ പെർഫെക്റ്റ് പോസ്റ്റ് വർക്കൗട്ട് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. സോയ ചങ്ക്സ് മീറ്റിന് പകരം മിക്ക ആളുകളും ഉപയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ലോഡഡ് പ്രോട്ടീൻ സോഴ്സാണ് സോയ ചങ്ക്സ്. 100 ഗ്രാം സോയ ചങ്ക്സിൽ 50 ഗ്രാം പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്വിനോവ പ്രോട്ടീനെ പോലെ തന്നെ റിച്ച് ഫൈബറും അയണും മാഗ്നീഷ്യം എല്ലാം ഉൾപ്പെടുന്നു. മസിൽ റിക്കവറിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ടോഫു മസിൽസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ഒരു കീ ന്യൂട്രിയൻസ് ആണെന്ന് പറയാം. പ്രോട്ടീനെ പോലെ തന്നെ അയണിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒരു ഗ്രേറ്റ് സോഴ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന പ്രോട്ടീൻ സോഴ്സുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് സംഭവിച്ചിട്ടില്ല എങ്കിൽ അത് മസിൽ ടിഷ്യൂസ് ബ്രേക്ക് ഡൗൺ ആകാനും നമ്മുടെ മസിൽസ് വീക്ക് ആകാനും അതിലൂടെ മൊബിലിറ്റി കുറയാനൊക്കെ കാരണമാകും.